നോയിഡ സീരിയൽ മർഡർ കേസ് അഥവാ നിധാരി കേസ് 16ഓളം കുഞ്ഞുങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി കാണാതാവുകയും ഒരു സൈക്കോ സീരിയൽ കില്ലറുടെ കൈകൊണ്ട് അവർ ഓരോരുത്തരെയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം. ഈ കൊലപാതക പരമ്പരയെ അടിസ്ഥാനമാക്കിയിട്ട് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് സെക്ടർ 36. 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള വിക്രാന്ത് മാസിയാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ളത്. നിധാരി സംഭവം യഥാർത്ഥത്തിൽ പോലീസ് ഉൾപ്പെടുന്ന അധികാരവൃന്ദം അത് കാണിച്ചിട്ടുള്ള അനാസ്ഥയുടെ ഒരു പരിണത ഫലമാണ്. ഒരേ സ്ഥലത്തു നിന്നും ഒരുപാട് തവണ കുട്ടികളെ കാണാതാവുന്ന പരാതികളൊക്കെ കിട്ടിയിട്ടും ഈ ഒരു സംഭവത്തിൽ കേസെടുക്കാനോ വേണ്ട രീതിയിൽ അന്വേഷണം നടത്താനോ ഒന്നും പോലീസ് തയ്യാറാവുന്നില്ല. ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് കറപ്റ്റഡായിട്ടുള്ള ഒരു സിസ്റ്റം ഈ നാട്ടിലെ സാധാരണക്കാരനോട് കാണിച്ചിട്ടുള്ള അനീതിയുടെ ഒരു നേർചിത്രമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. സസ്പെൻസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിലല്ല ഈ സിനിമയെ സമീപിക്കേണ്ടത്. കാരണം ഈ സൈക്കോ സീരിയൽ കില്ലർ ആരാണെന്നുള്ളതൊക്കെ ഈ സിനിമ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. വിക്രാന്ത് മാസിയുടെ പെർഫോമൻസ് കൊണ്ട് ഗംഭീരമായിട്ട് മാറിയിട്ടുള്ള ഒരു കൺഫെഷൻ സീനുണ്ട് സിനിമയിൽ. സെക്ടർ 36 എന്ന് പറയുന്ന ഈ പടത്തിലെ ഏറ്റവും പീക്ക് മൊമെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സീനാണ്. അതുപോലെ തന്നെ ഈ 2005-2006 കാലഘട്ടത്തിലൊക്കെ പ്രശസ്തമായിട്ട് മാറിയിട്ടുള്ള കോൻ ബനേഗ ക്രോർപതി എന്ന് പറയുന്ന ചോദ്യോത്തര പരിപാടിയൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഈ സിനിമയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കില്ലർ ആരാണെന്നുള്ള ചോദ്യത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിനൊക്കെ വളരെ ത്രില്ലിംഗ് ആയിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ സിനിമയൊക്കെ പ്രതീക്ഷിക്കാതെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള തരത്തിലുള്ളൊരു ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിലൊക്കെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോത്ത് വാച്ച് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് സെക്ടർ 36. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ്. പടം നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.